ടെക് ലോകത്തുനിന്നുള്ള വാർത്തകൾ. JSWവിൻ്റെ പുതിയ SUV ആയ MG മജസ്റ്ററിൻ്റെ ഉൽപ്പാദനം ഗുജറാത്തിലെ ഹാലോൾ പ്ലാന്റിൽ ആരംഭിച്ചു. ഫോർച്യൂണറിന് വെല്ലുവിളിയാകുന്ന ഈ ഓഫ് റോഡ് SUV ശക്തമായ എഞ്ചിനും പ്രീമിയം ഫീച്ചറുകളും സഹിതം ഉടൻ ഇന്ത്യൻ വിപണിയിലെത്തും. ഓഫ് റോഡിംഗ് പ്രേമികളെ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പ്രീമിയം SUV ഉടൻ തന്നെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. നിലവിൽ വിപണിയിലുള്ള മോഡലുകളേക്കാൾ വലിപ്പത്തിലും സവിശേഷതകളിലും മുന്നിലെത്തുന്ന വാഹനമായിരിക്കും MG മജസ്റ്റർ എന്ന കമ്പനി അവകാശപ്പെടുന്നു. ഫോർച്യൂണറിന് ശക്തമായ എതിരാളിയായി എത്തുന്ന MG മജസ്റ്റർ സെഗ്മെന്റിൽ ആദ്യമായി ഫ്രണ്ട്, റിയർ, സെന്റർ ഡിഫറൻഷ്യൽ ലോക്കുകൾ, കാൾ കൺട്രോൾ തുടങ്ങിയ ഓഫ് റോഡ് സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 810 mm വരെ വെള്ളം കടന്നുപോകാനുള്ള കഴിവും 219 mm ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനത്തെ കഠിനമായ റോഡ് സാഹചര്യങ്ങൾക്കും അനുയോജ്യമാക്കുന്നു. 10 ഓഫ് റോഡ് മോഡുകളും 4-വീൽ ഡ്രൈവ് സംവിധാനവും ഈ SUVയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രീമിയം ഫീച്ചറുകൾ, ആഡംബര സൗകര്യങ്ങൾ, നൂതന സുരക്ഷാ സാങ്കേതിക വിദ്യകൾ എന്നിവയും വാഹനത്തിൽ ഉൾപ്പെടും. ഗുജറാത്തിലെ ഹാലോൾ പ്ലാന്റിൽ അത്യാധുനിക നിർമ്മാണ സാങ്കേതിക വിദ്യകളും ഗുണനിലവാര നിയന്ത്രണ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് വാഹനത്തിന്റെ ഉൽപ്പാദനം നടക്കുന്നതെന്ന് കമ്പനി അറിയിച്ചു. 5 വർഷത്തെ പരിധിയില്ലാത്ത കിലോമീറ്റർ വാറന്റി, 5 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, 5 സൗജന്യ സർവീസുകൾ എന്നീ പാക്കേജുകളോടെയാണ് വാഹനം വിപണിയിലെത്തുക. കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി 41,000 രൂപയ്ക്ക് പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബംഗളൂരുവിൽ ടൊയോട്ടയുടെ ടെക്നോളജി ഹബ്ബ് വരുന്നു. 1200 കോടി രൂപയുടെ പദ്ധതിക്കായി ടൊയോട്ടയും കർണാടക സർക്കാരും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ടൊയോട്ട കിർലോസ്കർ മോട്ടോർ ബംഗളൂരുവിൽ 1200 കോടി രൂപയുടെ വമ്പൻ നിക്ഷേപത്തോടെ ആഗോള നിലവാരത്തിലുള്ള ടെക്നോളജി എഞ്ചിനീയറിംഗ് ഹബ്ബ് സ്ഥാപിക്കാനൊരുങ്ങുന്നു. കർണാടക സർക്കാർ ബംഗളൂരുവിലെ ദാബാസ്പേട്ട് ദൊഡ്ഡബല്ലാപുര റോഡിൽ വികസിപ്പിക്കുന്ന ക്വിൻ സിറ്റിയിലായിരിക്കും ടൊയോട്ട ബിസ് ഇന്റൽ ഹബ് എന്ന പേരിൽ പുതിയ യൂണിറ്റ് യാഥാർത്ഥ്യമാവുക. 300 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിക്കായി ടൊയോട്ട കിർലോസ്കറും കർണാടക സർക്കാരും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സാന്നിധ്യത്തിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി S. ശെൽവകുമാറും ടൊയോട്ട COOയും സ്പെഷ്യൽ പ്രോജക്ട്സ് ഡയറക്ടറുമായ സുദീപ് ദാൽവിയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ചടങ്ങിൽ കർണാടക വ്യവസായ മന്ത്രി MB പട്ടീലും പങ്കെടുത്തു. ലോകത്ത് തന്നെ ഇതുപോലൊരു സംരംഭം ആദ്യമായിരിക്കാമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. നിക്ഷേപത്തിന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ക്വീൻ സിറ്റിയിൽ യാഥാർത്ഥ്യമാകുന്ന ആദ്യത്തെ വലിയ നിക്ഷേപ പദ്ധതിയാണിതെന്ന് മന്ത്രി MB പാട്ടീൽ വ്യക്തമാക്കി. അടുത്ത 5 വർഷത്തിനുള്ളിൽ 1200 കോടി രൂപ അടിസ്ഥാന മൂലധനമായി നിക്ഷേപിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. ഏകദേശം 200 പേർക്ക് നേരിട്ടുള്ള തൊഴിലവസരങ്ങളും പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെടും. വാഹന നിർമ്മാണം, ടെസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ, അഡ്വാൻസ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് സൗകര്യങ്ങൾ എന്നിവ ഈ ടെക്നോളജി ഹബിന്റെ പ്രധാന ഭാഗങ്ങളായിരിക്കും. ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ടെക്നോളജി മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ബംഗളൂരു ആഗോള വാഹന ഗവേഷണ എഞ്ചിനീയറിംഗ് കേന്ദ്രമായി ഉയരാനും ഈ പദ്ധതി സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൂടുതൽ സുരക്ഷയുമായി പുതിയ ആധാർ ആപ്പ് അവതരിപ്പിച്ച് കേന്ദ്രം. QR കോഡ് ഷെയറിംഗ്, ഫേസ് ഒതന്റിക്കേഷൻ, ബയോമെട്രിക് നിയന്ത്രണം തുടങ്ങിയ സ്മാർട്ട് സൗകര്യങ്ങളോടെയാണ് പുതിയ പ്ലാറ്റ്ഫോം എത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനം കൂടുതൽ സുരക്ഷിതവും ഉപയോക്തൃ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാറ്റമെന്ന് UADAI അറിയിച്ചു. സമൂഹമാധ്യമമായ Xലൂടെ പുറത്തിറക്കിയ ഔദ്യോഗിക അറിയിപ്പിലാണ് ആധാർ ആപ്പ് ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയത്. പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ വേഗതയേറിയ സേവനങ്ങളും സ്മാർട്ട് ഫീച്ചറുകളും ഉപയോഗിക്കാമെന്നും അധികൃതർ അറിയിച്ചു. പഴയ ആപ്പിന്റെ സാധാരണ അപ്ഡേറ്റ് അല്ല പുതിയ പ്ലാറ്റ്ഫോം. ആധാർ വിവരങ്ങൾ പങ്കിടുന്നതിലും തിരിച്ചറിയൽ പരിശോധനയിൽ വലിയ മാറ്റങ്ങളാണ് ഇതിലൂടെ വരുന്നത്. പുതിയ ആപ്പിലെ പ്രധാന സവിശേഷത സുരക്ഷിതമായ QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ആധാർ ഷെയറിംഗ് സംവിധാനമാണ്. ഹോട്ടലുകൾ, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയിടങ്ങളിൽ ഇനി മുഴുവൻ ആധാർ വിവരങ്ങളും കാണിക്കാതെ ആവശ്യമായ വിവരങ്ങൾ മാത്രം QR കോഡ് വഴി സുരക്ഷിതമായി പങ്കിടാൻ സാധിക്കും. സ്വകാര്യതയും ഡാറ്റാ സുരക്ഷയും കൂടുതൽ ഉറപ്പാക്കാനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആധാർ ഒതന്റിക്കേഷൻ സംവിധാനം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. മുമ്പ് പ്രധാനമായും OTP അടിസ്ഥാനമാക്കിയായിരുന്നു പരിശോധന. ഇനി OTPക്കൊപ്പം ഫേസ് ഒതന്റിക്കേഷനും QR കോഡ് പരിശോധനയും ഉൾപ്പെടുന്ന മൾട്ടി ലെയർ സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെ വ്യാജ ഉപയോഗവും ഡേറ്റാ ചോർച്ചയും കുറയ്ക്കാനാകുമെന്ന് UADAI അവകാശപ്പെടുന്നു. ഉപയോക്താക്കൾക്ക് സ്വന്തം ബയോമെട്രിക് വിവരങ്ങൾ കൂടുതൽ നിയന്ത്രണവും പുതിയ ആപ്പിലൂടെ ലഭിക്കും. വിരലടയാളം, മുഖം, ഐറിസ് വിവരങ്ങൾ എന്നിവ നേരിട്ട് ആപ്പിൽ നിന്നും ലോക്ക് ചെയ്യാനും
നിയന്ത്രിക്കാനും സാധിക്കും. പുതിയ ആപ്പ് ഉപയോഗിക്കാൻ ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോർ വഴി ഔദ്യോഗിക ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. തുടർന്ന് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ നൽകി OTP പരിശോധന പൂർത്തിയാക്കണം. ചില ഉപയോക്താക്കൾക്ക് ഫേസ് ഓതന്റിക്കേഷനും നിർബന്ധമാക്കിയേക്കും. പിൻ നമ്പർ സജ്ജമാക്കി ആധാർ നമ്പർ ചേർത്താൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. ഇതിനൊപ്പം മൈ ആധാർ പോർട്ടൽ വഴി സൗജന്യമായി ആധാർ രേഖകൾ പുതുക്കാനുള്ള അവസരം 2027 ജൂൺ 14 വരെ സർക്കാർ ദീർഘിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.